ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാറാണ് ഈ ടാസ്കിൽ വിജയിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാറിന് വേണ്ടി സായി ഈ ടാസ്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ വിജയിച്ച് അഭിഷേക് 3 പോയിന്റുമായിട്ട് ടിക്കറ്റ് ഫിനാലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് സായിയും എത്തിയിരിക്കുന്നു. ഓരോരോ ബോണസ് പോയിന്റുകൾ നേടി ജാസ്മിനും ഋഷിയും അവർക്കൊപ്പമുണ്ട്. ഈ ടാസ്കിന്റെ ചില പ്രത്യേകതകൾ ഇന്നലത്തെ പ്രൊമോയിൽ കൂടി നാം കണ്ടതാണ്. അതായത് 10 മത്സരാർത്ഥികൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓരോ സ്റ്റാൻഡുകളുടെ മുകളിൽ നിൽക്കുകയാണ്. കുറച്ചകലേക്ക് മാറി ഓപ്പോസിറ്റ് സൈഡുകളിൽ ഓരോരോ ചെറിയ കളങ്ങളുണ്ട്. ആ കളങ്ങളുടെ അരികിലായിട്ട് കുറെ ഇന്റർലോക്ക് ഇഷ്ടികകൾ പല കളറിലുള്ളതുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഓരോ കളങ്ങളിൽ വെക്കുവാൻ ഓരോരോ ഗോൾഡൻ കളറിലുള്ള മുയലുകളുമുണ്ട്. മത്സരാർത്ഥികൾ നിരന്നു നിൽക്കുന്ന ആ തട്ടിന്റെയും ഇപ്പോൾ ഇഷ്ടികകൾ അടുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തിന്റെയും ഒത്ത നടുവിലായിട്ട് മധ്യഭാഗത്തായിട്ട് ഒരു വലിയ കളവുമുണ്ട്. അപ്പോൾ തന്നെ 10 പേരുടെയും ചിത്രങ്ങൾ പതിച്ചിരിക്കുന്ന ഓരോരോ കാർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ജോക്കറുമുണ്ട്. ഓരോ റൗണ്ടിലും 3 പേർക്ക് വീതമാണ് മത്സരിക്കുവാൻ അവസരമുള്ളത്. മത്സരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്ടിക കട്ടകൾ എടുത്തിട്ട് ആദ്യം മുയലിനെ വെച്ചിരിക്കുന്ന കോളത്തിന്റെ ചുറ്റിലും അത് അടുക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അത് ടാസ്കിന്റെ 1ാം ഘട്ടമാണ്. 2ാമത്തെ ഘട്ടത്തിൽ 3 ആൾക്കാർക്ക് ചീട്ടെടുക്കുവാനുള്ള അവസരമുണ്ട്, കാർഡ് എടുക്കുവാനുള്ള അവസരമുണ്ട്. ആരുടെയൊക്കെ കാർഡുകളാണ് എടുത്തിരിക്കുന്നത് അത് നോക്കിയിട്ട് ആ കാർഡുകളിൽ ഉള്ള വ്യക്തികൾക്ക് മത്സരിക്കുവാനുള്ള അവസരവുമുണ്ട്. മത്സരത്തിന്റെ പ്രത്യേകത, ഈ കാർഡുകൾ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ബസർ ശബ്ദം കേൾക്കുമ്പോൾ 1 മിനിറ്റ് ടൈമാണുള്ളത്. ആ 1 മിനിറ്റ് ടൈം കൊണ്ട് അവർ ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു കളത്തിലിരിക്കുന്ന കട്ടകൾ പൊളിച്ച് ഏറ്റവും നടുവിലുള്ള വലിയ കോളത്തിനകത്തേക്ക് ഈ കട്ടകൾ നിക്ഷേപിക്കുകയും ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മുയലിനെ കരസ്ഥമാക്കിക്കൊണ്ട് അവർ അവരുടെ സ്റ്റാൻഡിലേക്ക് വന്ന് നിൽക്കുകയും അപ്പോൾ തന്നെ ബസർ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് ഇവരുടെ അരയിലുള്ള ബെൽറ്റിൽ ഈ മുയലിനെ കൊളുത്തിയിടുകയും ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഗെയിം മനസ്സിലായിരുന്നില്ല. എന്നാൽ നോറയ്ക്ക് എല്ലാം പിടികിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മൈൻഡ് ഗെയിമർ എന്ന ആ മുഖഭാവത്തോടു കൂടിയൊക്കെ ആയിരുന്നു നോറയുടെ കളി. അതുകൊണ്ട് തന്നെ നോറ ആകെ കൂടി 5ഓ 6ഓ ഇഷ്ടികകൾ മാത്രം എടുത്ത് അവിടെയും ഇവിടെയുമായിട്ട് ആ കളത്തിൽ നിരത്തി വെച്ച് ഇതിന്റെ ഇടയ്ക്ക് മുയലിനെയും വെച്ചു. എന്നിട്ട് എന്തോ സംഭവമാണ് എന്നുള്ള ഭാഗത്തിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം തന്നെ ഋഷി ഓടിപ്പോയി ആ 4 കട്ടകളെടുത്ത് വലിയ കോളത്തിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ആ മുയലിനെ സ്വന്തമാക്കി. ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നു, നോറ ഗെയിമിൽ നിന്നും ഔട്ടായിരിക്കുന്നു. കാരണം നോറയുടെ കളത്തിൽ കട്ടകളുമില്ല, മുയലുമില്ല. അപ്പോഴാണ് ഏകദേശം കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായത്. നോറ മൈൻഡ് ഗെയിം എല്ലാം പൊളിഞ്ഞ് തുടക്കത്തിൽ തന്നെ പുറത്തുപോയി. തുടർന്ന് ഓരോ റൗണ്ടിലും ഈ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ജാസ്മിനും ഇതുപോലൊരു മൈൻഡ് ഗെയിമർ എന്നുള്ള രീതിയിലൊക്കെ കളിച്ചു വന്നതാണ്. പക്ഷേ 3ാം റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ജാസ്മിനും ഔട്ടായിപ്പോയി. ജാസ്മിനെ പുറത്താക്കുന്നത് ജിൻഡോയാണ്. ജിൻഡോ വളരെ ആവേശത്തോടു കൂടി ആ 1 മിനിറ്റിനുള്ളിൽ ഈ കട്ടകളെല്ലാം പെറുക്കി എറിഞ്ഞ് ഒടുവിൽ ഈ മുയലിനെ എടുത്ത് സ്വന്തമാക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടില്ല ഗെയിം, ജിൻഡോയ്ക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്, നമുക്ക് കാണാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുകയാണ് ജാസ്മിൻ ഔട്ടായി. സത്യത്തിൽ വലിയ വാചകം അടിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ പ്ലിങ്ങി. എന്നിട്ട് ജാസ്മിൻ ഔട്ടാവുകയാണ്. അങ്ങനെ ഓരോ റൗണ്ട് കളികൾ ഇങ്ങനെ മുൻപോട്ട് പോയി ഒടുവിൽ വന്നപ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാറും സായിയും മാത്രമായി. പക്ഷേ ഇവർ പരസ്പരം ഒരു ധാരണയിലായിരുന്നു കളിച്ചത്. അഭിഷേകിനെ വിജയിപ്പിച്ചേക്കാം എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു. അഭിഷേകിന് ഒരു പാവ മാത്രമാണ് അവസാനം ലഭിക്കുന്നത്. എന്നാൽ അവിടെ ചിതറിക്കിടന്നിരുന്ന പല മുയലിന്റെ പാവകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് അഭിഷേകിന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് സായി. എന്തായാലും ഒടുവിൽ വന്നപ്പോൾ സായിക്ക് 5 മുയലും അഭിഷേകിന് 4 മുയലും മാത്രമായി വന്നു. അവിടെ വെച്ച് ലാസ്റ്റിൽ ബിഗ് ബോസ് പറയുകയാണ്, ഇനി കാർഡുകളൊന്നും ആർക്കും തരുന്നില്ല, അവസാനം ഒരു പന്തയമാണ്, ഇവിടെ ടൈമിങ്ങും ഉണ്ടാവുകയില്ല. ഇനി അവശേഷിക്കുന്നത് 2 കളങ്ങൾ, അതിനകത്ത് കട്ടകൾ അടുക്കിയിട്ടുണ്ട്, അതിനിടയിൽ 2 മുയലുകളും ഇരിപ്പുണ്ട്. ആദ്യം ഈ കോളം ഫിനിഷ് ചെയ്ത് മുയലിനെ എടുക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് 3 പോയിന്റ് ലഭിച്ച് ടിക്കറ്റ് ഫിനാലയിലേക്ക് അവർ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കും. അഭിഷേക് ശ്രീകുമാർ വളരെ ആവേശത്തോടു കൂടി തന്നെ കട്ടകൾ പെറുക്കി എറിയുമ്പോൾ സായി വളരെ നിസ്സംഗ ഭാവത്തോടു കൂടി ഓരോരോ കട്ടകൾ എടുത്തുകൊണ്ടുവന്നിടുന്നു. തിരിച്ച് പതിയെ നടന്നു പോകുന്നു സമയം കളയുവാൻ. അല്ലെങ്കിൽ അഭിഷേക് ജയിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിന് വേണ്ടി മാറിക്കൊടുക്കുകയാണ്. അങ്ങനെ 5 മുയലുകൾ കയ്യിലുണ്ടായിരുന്ന സായിക്ക് വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ 4 മുയലുകൾ മാത്രം ലഭിച്ച അഭിഷേകിന് വേണ്ടി വഴി മാറിക്കൊടുക്കുകയും ആദ്യം തന്നെ ഉള്ള കട്ടകൾ പെറുക്കി മാറ്റി അദ്ദേഹം അവസാനത്തെ മുയലിനെ സ്വന്തമാക്കി. അങ്ങനെ ഈ ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ വിജയിച്ചിരിക്കുന്നു.